المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇൻഷാ അള്ളാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഗ്രന്ഥം മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ സുആലുൻ വജവാബുൻ. ഹജ്ജ് ഉംറയുടെ കർമ്മങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ തയ്യാർ ചെയ്തിരിക്കുന്ന ഷേഖ് മുഹമ്മദ് ഹിഷാം ത്വാഹിരി ഹഫിളഹുല്ലയുടെ വളരെ ലളിതമായ ഒരു ഗ്രന്ഥമാണ്. ഹജ്ജും ഉംറയും മനസ്സിലാക്കാൻ ഒരു ഹാജിക്ക് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നതാണ് ഇതിലുള്ളതായ ചോദ്യോത്തരങ്ങൾ. 139 ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആമുഖത്തിൽ ഷേഖ് അവർകൾ പറയുന്നത് പ്രകാരമാണ്: ഇസ്ലാമിന്റെ റുക്കുനുകളിൽ ഒന്നാമത്തേത് തൗഹീദാണ്. അതാണ് ഇസ്ലാമിന്റെ ഭൂമിക. ഇസ്ലാമിന്റെ ഭൂമി ആ തൗഹീദിന്റെ മേലാണ്. തൗഹീദാണ് അതിന്റെ അടിസ്ഥാനം. ഭൂമിയില്ലാതെ അതിൽ കൃഷിയോ സസ്യലതാദികളോ മുളയ്ക്കുകയില്ല എന്നതുപോലെ ഈ തൗഹീദ് എന്ന ഭൂമിയുടെ മേലാണ് മറ്റുള്ള സൽക്കർമ്മങ്ങളും മറ്റുമെല്ലാം തഴച്ചു വളരേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അതേപോലെ തന്നെ നമസ്കാരം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ്. സക്കാത്തും അങ്ങനെ തന്നെയാണ്. ധനികരും അതേപോലെ തന്നെ ദരിദ്രരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇസ്ലാം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് സക്കാത്ത് എന്നത്. നോമ്പ് അതിന്റെ ഫുസ്താത്താണ്. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ടെന്റിനാണ് പറയുന്നത്. അതിൽ മുത്തഖീങ്ങളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ സംസ്കരണ പ്രക്രിയകൾ നേടിയെടുക്കുന്നു. അതേപോലെ തന്നെ വൽ ഹജ്ജു സീനതുഹു, ഹജ്ജ് ഇസ്ലാമിന്റെ ഭംഗിയാണ്, അതിന്റെ സീനത്താണ്. അത് മുഖേനയാണ് ഇസ്ലാം എന്ന ബിൽഡിംഗ് അതിന്റെ നിർമ്മിതി പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഹജ്ജ് നിർബന്ധമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന ആയത്തും അതിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന ഒരു ഹദീസും ഷേഖ് അവറുകൾ കൊണ്ടുവരുന്നുണ്ട്.
ഹജ്ജിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഇത് ഒരാൾക്ക് കൈവരിക്കണമെങ്കിൽ അവന്റെ ഹജ്ജ് ശരിയായ വിധത്തിലായിരിക്കണം അവൻ നിർവഹിക്കേണ്ടത്. എന്നതുകൊണ്ടാണ് വളരെ ലളിതമായ രീതിയിൽ ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്ക് മുമ്പേ എന്തെല്ലാം നടപടിക്രമങ്ങൾ സ്വീകരിക്കണം, അങ്ങനെ യാത്ര തുടങ്ങി ഹജ്ജ് പൂർത്തീകരിച്ച് തിരിച്ചു വരുന്നതുവരെയും എന്തെല്ലാമാണ് ഒരാൾ വേണ്ടത്, അതിനെ സംബന്ധിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ മുസന്നിഫ് ഹഫിളഹുല്ലാ വിവരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അധ്യായം ഹജ്ജുമായി ബന്ധപ്പെട്ട, ഉംറയുമായി ബന്ധപ്പെട്ട പൊതുവായ ചില ചോദ്യോത്തരങ്ങളാണ്. അതിനുശേഷമാണ് യാത്ര മുതലുള്ളതായ ഓരോ കർമ്മങ്ങളും വിശദമായി സംസാരിക്കുന്നത്. ആദ്യം ഹജ്ജുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പൊതുവായുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, മാ മൻസിലത്തുൽ ഹജ്ജ് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഹജ്ജിന്റെ സ്ഥാനം എന്താണ് എന്നതാണ്. അൽ ഹജ്ജു റുക്നുൻ അദീമുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്കുനുകളിൽ നിന്ന് ഏറ്റവും മഹത്തായ, വളരെ പ്രധാനപ്പെട്ട ഒരു റുക്കനാണ്, ഒരു ഘടകമാണ് ഹജ്ജ് എന്നത്. കാരണം എന്താണ്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, 2 ഷഹാദത്ത് കലിമയാണ് ഒന്നാമത്തേത്. വ ഇഖാമി സ്വലാ വ ഈതാഇ സക്കാത്ത്, നമസ്കാരം നിലനിർത്തുന്നതിന്റെ മേൽ, അതേപോലെ സക്കാത്ത് കൊടുത്തു വിടുന്നതിന്റെ മേൽ. വ ഹജ്ജിൽ ബൈത്തി, അതേപോലെ ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ മേൽ. വ സൗമി റമദാൻ, റമദാനിന്റെ നോമ്പ്. അപ്പൊ ഇസ്ലാമിന്റെ അർക്കാനുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം, മാ ഹുക്കുമുൽ ഹജ്ജി, ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ് എന്നതാണ്. അൽ ഹജ്ജു വാജിബുൻ ഫർദുൻ, ഹജ്ജ് നിർബന്ധമായി വീട്ടേണ്ട ഫർദായ കാര്യമാണ്. എന്താണ് അതിനുള്ള ദലീല്? അല്ലാഹു തആല പറയുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ജനങ്ങളുടെ മേലുള്ള ബാധ്യതയാണ് അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധ കഅബയിൽ എത്തിച്ചേരാൻ കഴിവുള്ളതായ ആളുകൾ അവിടെ പോയി ഹജ്ജ് നിർവഹിക്കൽ, അതിന് ലക്ഷ്യമാക്കി പോയി ഹജ്ജ് നിർവഹിക്കൽ, അത് ജനങ്ങളുടെ മേലുള്ള ബാധ്യതയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, അല്ലയോ ജനങ്ങളെ, അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഹുജ്ജു, നിങ്ങൾ അതിനാൽ ഹജ്ജ് ചെയ്യണം എന്നുള്ള കൽപ്പനയുണ്ട്. ഈ ആയത്തും അതേപോലെ ഈ ഹദീസും നാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. ഇത് രണ്ടും ഹജ്ജ് നിർബന്ധമായ ബാധ്യതയാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകളാണ്. മൂന്നാമത്തെ ചോദ്യം, മാ മഅനൽ ഹജ്ജ്, ഹജ്ജിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഹജ്ജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അൽ ഹജ്ജു മഅനാഹു ഫിൽ ലുഗതി ഖസ്ദു അംരിൻ അദീമിൻ, ഭാഷയിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ ലക്ഷ്യം വെക്കുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. വസ്സൈറു നഹ്വ, എന്നിട്ട് ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തെ ലക്ഷ്യം വെക്കുക, എന്നിട്ട് അതിലേക്ക് സഞ്ചരിക്കുക. അതിനാണ് ഭാഷയിൽ സാധാരണ ഹജ്ജ് എന്ന് പറയുന്നത്. എന്നാൽ വൽ ഹജ്ജു ശർഅൻ, ശരീഅത്തിന്റെ ഭാഷയിൽ ഇസ്ലാം ഹജ്ജ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഖസ്ദു ബൈത്തില്ലാഹിൽ ഹറാം, അത് അള്ളാഹുവിന്റെ ഭവനമായ ബൈത്തുൽ ഹറാമിനെ ലക്ഷ്യം വെക്കലാണ്. എന്തിനാണ് ബൈത്തുൽ ഹറാമിനെ ലക്ഷ്യം വെക്കുന്നത്? ലിഅദാഇ അഫ്ആലിൻ വഅഖ്വാലിൻ മഖ്സൂസ, ചില പ്രത്യേകമായ പ്രവർത്തികളും വാക്കുകളുമെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, വീട്ടുന്നതിന് വേണ്ടിയിട്ട്. ഫീ സമനിൻ മഖ്സൂസിൻ, അത് ചില പ്രത്യേകമായ സമയത്താണ്. അലാ വജ്ഹിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ചില രീതികളുണ്ട്. അപ്പൊ പ്രത്യേകമായ ചില രീതിയിൽ, പ്രത്യേകമായ ഒരു സമയത്ത് ചില പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളുമെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനമായ കഅബയെ ലക്ഷ്യം വെച്ച് പോകുന്നതിനാണ് ശരീഅത്തിന്റെ ഭാഷയിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അലാ മൻ യജിബുൽ ഹജ്ജ്, നാലാമത്തെ ചോദ്യതാണ്, ആർക്കാണ് ഹജ്ജ് നിർബന്ധമാവുക? അജ്മഅൽ ഉലമാഉ അലാ ഫർദിയ്യത്തിൽ ഹജ്ജ് അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ഹുർരിൻ മുസ്തതിഇൻ, ഉലമാക്കൾ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായമാണ് ഹജ്ജ് നിർബന്ധമാണ് ഒരു മുസ്ലിമിന്റെ മേൽ.
എപ്പോഴാണ് ഒരു മുസ്ലിമിന് നിർബന്ധമാകുന്നത്? അവൻ പ്രായപൂർത്തിയാകുമ്പോഴേ നിർബന്ധമാകുന്നുള്ളൂ. ആഖിലായിരിക്കണം, ബുദ്ധിയുള്ളവനായിരിക്കണം. ഹുർരിൻ, സ്വതന്ത്രനാണ് എങ്കിലേ അവന്റെ മേൽ നിർബന്ധമുള്ളൂ. മുസ്തതീഇൻ, അതിനുള്ള ശേഷി വേണം. സാമ്പത്തികമായും ശാരീരികമായും യാത്രാ സൗകര്യങ്ങളെല്ലാം ഒത്തുവരുന്ന മുസ്തതീആയ ഒരാൾക്കുമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. വഹാദിഹി ഹിയ ശുറൂതു വുജൂബിൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ് ഈ പറഞ്ഞത്. ഫമൻ ഫഖദ ശർത്തൻ മിൻ ഹാദിഹി ശുറൂതി, ഈ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്നൊരാൾക്കില്ല, ലം യകുനിൽ ഹജ്ജു അലൈഹി വാജിബ, എന്നാൽ അവന് ഹജ്ജ് എന്തില്ല, നിർബന്ധമില്ല. ഒരാൾ പ്രായപൂർത്തിയായിട്ടില്ല, എന്നാൽ അവന്റെ മേൽ നിർബന്ധമില്ല. ബുദ്ധിയില്ലാത്തവനാണ്, നിർബന്ധമില്ല. അടിമയാണ്, നിർബന്ധമില്ല. ശേഷിയില്ലാത്തവനാണ്, അവന് നിർബന്ധമില്ല. എന്നാൽ വലാകിൻ ഇദാ അദ്ദൽ ഹജ്ജ ഫഇന്നഹു യസ്ഖുതു അൻഹുൽ ഫർദ്, എന്നാൽ അവൻ ഹജ്ജ് വീട്ടി. ഇപ്പോ ശേഷിയില്ലാത്ത ഒരാളാണ്, സാമ്പത്തികമായ ശേഷിയില്ല, എന്നാൽ അവൻ എന്ത് ചെയ്തു? അവൻ ഏതെങ്കിലും അവസ്ഥയിൽ ഹജ്ജ് വീട്ടിയാൽ അവന്റെ നിർബന്ധ കർത്തവ്യം എന്ത് ചെയ്യും? അത് മുഖേന വീടും. ഇല്ല സ്വഗീർ വൽ മജ്നൂന വിഫാഖൻ വഫിൽ അബ്ദി ഇഖ്തിലാഫൻ, എന്നാൽ ഒരു ഭ്രാന്തനായ ഒരാൾ അല്ലെങ്കിൽ ചെറിയ കുട്ടി, അവർ ഹജ്ജ് വീട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫർള് വീടുകയില്ല എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യും? പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? അത് വീട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഭ്രാന്തുള്ള ഒരാൾ എന്ത് ചെയ്തു? ഹജ്ജ് വീട്ടിയാൽ അവന്റെ ഭ്രാന്ത് തെളിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവൻ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. എന്നാൽ അടിമ, അവൻ സ്വതന്ത്രനല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു? അടിമയായിരിക്കെ ഹജ്ജ് നിർവഹിച്ചു, എന്നാൽ പിന്നീട് വീട്ടണോ വേണ്ടേ എന്നുള്ളതിൽ ഉലമാ കേൾക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ചെറിയ കുട്ടിയാണ് എങ്കിൽ, അതല്ലെങ്കിൽ ഭ്രാന്തുള്ളവരാണെങ്കിൽ ഹജ്ജ് വീട്ടിയാലും അവരുടെ ഫർള് എന്താവുകയില്ല, വീടുകയില്ല എന്നുള്ളതിൽ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുകയാണ്. ഇനി മുസ്തത്തി ആയിരിക്കണം എന്ന് പറഞ്ഞു, ശേഷിയുള്ളവനായിരിക്കണം. വമിൻ മആനിൽ ഇസ്തിത്വാഅ, ഈ ഇസ്തിത്വാഅത്തിന്റെ ശേഷിയുടെ അർത്ഥതലങ്ങളിൽപ്പെട്ടതാണ് കൗനു തരീഖി ആമിനൻ, അവിടേക്കുള്ള മാർഗം എന്തായിരിക്കണം? നിർഭയത്വമുള്ള വഴിയായിരിക്കണം, സഞ്ചരിക്കാനുള്ള വഴിയുണ്ടാകണം. വകൗനു സബീലി സാലിക്കൻ, സഞ്ചാരയോഗ്യമായ വഴിയായിരിക്കണം. വകൗനുൽ മവാനിഇ മർഫൂഅ, തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല. ഒരു രാജ്യം ഹജ്ജിന് പോകാൻ അനുവദിക്കുന്നില്ല, അത് തടസ്സമാണ്, എന്നാൽ അവന്റെ മേൽ നിർബന്ധമാകുന്നില്ല. വബിന്നിസ്ബതി ലിൽ മർഅതി കൗനുൽ മഹ്റമി മൗജൂദ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ഒരു മഹ്റം ഉണ്ടാകൽ അനിവാര്യമാണ്. കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഭർത്താവോ അല്ലെങ്കിൽ പിതാവോ സഹോദരനോ മകനോ പോലെ മഹ്റമായ ഒരാൾ ഉണ്ടാകൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ അവൾക്ക് എന്താവുന്നുള്ളൂ? ഹജ്ജ് നിർബന്ധമായി തീരുന്നുള്ളൂ. അപ്പോഴേ അവൾ മുസ്തത്തി ആകുന്നുള്ളൂ, കഴിവുള്ളവളാകുന്നുള്ളൂ. വഇല്ലാ ഫലാ യജിബുൽ ഹജ്ജ്, അങ്ങനെ ഇല്ലെങ്കിൽ എന്തില്ല? ഹജ്ജ് നിർബന്ധമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു ഖുത്ബ പറഞ്ഞു. ഫഖാല, നബി പറഞ്ഞു, അയ്യുഹൻ നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അല്ലയോ ജനങ്ങളെ, അല്ലാഹു നിങ്ങളുടെ മേൽ ഹജ്ജിനെ നിർബന്ധമാക്കി. ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. അപ്പൊ ഒരു മനുഷ്യൻ ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ? ഫസകത ഹത്താ ഖാലഹാ സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാതിരുന്നു. ഇദ്ദേഹം 3 പ്രാവശ്യം അത് ആവർത്തിച്ചു ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, നഅം എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ വർഷവും നിർബന്ധമാകുമായിരുന്നു. വലമസ്തതഅതും, അപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കാതെയും വരുമായിരുന്നു. അപ്പോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നിർബന്ധമാകുന്നത് ഹജ്ജ്, ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് മുസ്തഹബാണ്. തതവ്വു ആയ നിലയിൽ ധാരാളം ഹജ്ജുകൾ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു പ്രാവശ്യം മാത്രമാണ് നിർബന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 5ാമത്തെ ചോദ്യം, ഹലിൽ ഹജ്ജു വാജിബുൻ അലൽ ഫൗരി അം അല തറാഖി, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞു, അതിന് ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് നിർബന്ധമാകുന്നത്? അതിന്റെ നിബന്ധനകളും പറഞ്ഞു. പക്ഷേ ഒരാൾ മുസ്ലിമാണ്, പ്രായപൂർത്തിയായി, ബുദ്ധിയുണ്ട്, സ്വതന്ത്രനാണ്, കഴിവുള്ളവനാണ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമുണ്ട്, ഇങ്ങനെയാണ് എങ്കിൽ ഉടനെ തന്നെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ
അതല്ല അല തറാഹി, പിന്തിക്കൽ അനുവദനീയമാണോ എന്നതാണ് ചോദ്യം. അസ്സഹീഹു മിൻ അഖ്വാലി അഹ്ലിൽ ഇൽമി, ഉലമാക്കളുടെ അഭിപ്രായങ്ങളിൽ സ്വഹീഹായ അഭിപ്രായം അന്നൽ ഹജ്ജ വാജിബുൻ അലൽ ഫൗർ, ഹജ്ജ് അലൽ ഫൗർ, ഉടനെ തന്നെ, കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. അതിലേക്ക് സൂചന നൽകുന്ന ധാരാളം തെളിവുകളുണ്ട്. ഇദാ വുജിദതി ശുറൂത്തുൽ ആനിഫ അദ്ദിക്ർ, ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന ശുറൂത്തുകൾ എപ്പോഴാണോ സാധുവാകുന്നത്, ഉണ്ടായിത്തീരുന്നത്, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ നിർബന്ധമായി തീരുന്നു എന്നുള്ളതാണ്, ഉടനെ തന്നെ നിർബന്ധമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിച്ച ഹദീസാണ് അതിനുള്ള തെളിവ്. അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഅജ്ജലൂ ഇലൽ ഹജ്ജി, ഹജ്ജിനു വേണ്ടി നിങ്ങൾ ധൃതി വെക്കുക. യഅനി അൽ ഫരീള, അതായത് നിർബന്ധമായ ഹജ്ജ്, ഹജ്ജത്തുൽ ഇസ്ലാം, അതാണ് നിർബന്ധമായ ഹജ്ജിന് പറയുന്നത്. ഇത് നിങ്ങൾ വേഗതയിൽ ചെയ്യേണ്ടതുണ്ട്. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരുദു ലഹു, നിങ്ങളിൽ ഒരാൾക്ക് ഇനി വന്നു ചേർന്നേക്കാവുന്നതായ തടസ്സങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യങ്ങളുണ്ട് യാത്രക്കുള്ളത്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. രോഗം ബാധിച്ചേക്കാം, സാമ്പത്തികമായി ന്യൂനതകൾ, പോരായ്മകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ യാത്രാ തടസ്സങ്ങൾ ഉണ്ടായേക്കാം, അങ്ങനെ പലതും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഹജ്ജിന് നിങ്ങൾ സൗകര്യമുള്ളവനാണോ ഉടനെ തന്നെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന നൽകി എന്നുള്ളതാണ് അതിനുള്ള തെളിവ്. ഇമാം അഹ്മദും ഉദ്ധരിച്ചിരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അപ്പോ ഹജ്ജ് നിർബന്ധമാണെന്ന് മാത്രമല്ല, സൗകര്യമുള്ളയാൾ ഉടനെ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അവന്റെ മേൽ ബാധ്യത. മാ ഫദ്ലുൽ ഹജ്ജി, ഹജ്ജിന്റെ ശ്രേഷ്ഠത എന്താണ്? ഏത് കർമ്മവും ചെയ്യുമ്പോൾ അതിന് പറയപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ചെയ്യുന്ന അമലുകൾ എളുപ്പമാകുമെന്ന് മാത്രമല്ല, നല്ല മാനസികമായ ഉണർവോടുകൂടി നിർവഹിക്കാൻ സഹായകരമാകുന്ന കാര്യങ്ങളാണ്. ഏത് അമലുകൾ ചെയ്യുമ്പോഴും അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ എന്താണ്? ആറാമത്തെ ചോദ്യം. അൽ ഹജ്ജു ലഹു ഫദായിലു കസീറ, ഹജ്ജിന് ധാരാളം ഫദായിലുകളുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ومن أهم ما ورد في فضائله ما جاء عن عائشة أم المؤمنين رضي الله عنها, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠതയാണ്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നറൽ ജിഹാദ അഫ്ദലൽ അമൽ, ജിഹാദിനെ വളരെ ശ്രേഷ്ഠമായ കർമ്മമായി ഞങ്ങൾ കാണുന്നു. ജിഹാദ് വളരെ പുണ്യമേറിയ ഒരു കർമ്മമാണ്. സ്വഹാബികൾ അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. അഫലാ നുജാഹിദ്, അതുകൊണ്ട് ഞങ്ങളും ജിഹാദ് ചെയ്യട്ടെ, ഞങ്ങൾക്കും ജിഹാദ് ചെയ്യാനുള്ള അവസരമുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, സ്ത്രീകൾ ജിഹാദിന് പോകേണ്ടതില്ല, സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമില്ല. ലാകിന്ന അഫ്ദലൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, എന്നാൽ ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അത് മബ്റൂറായ ഹജ്ജാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ ഒരാൾ ഹജ്ജിന് പുറപ്പെടുകയാണ്, ജിഹാദിന് പോകുന്നു എന്നുള്ളതായ നീയത്താണ് അവന് വേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടാൽ എത്രയോ ശ്രേഷ്ഠതകളാണ്. അതിന് തുല്യമാണ് ഒരാൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നല്ല, ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ത്? ഹജ്ജിന് പുറപ്പെടൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ദൽ, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഖാൽ ഈമാനും ബില്ലാഹ്, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. സുമ്മ മാദാ, പിന്നീട് ഏതാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. സുമ്മ മാദാ, പിന്നീട് ഏതാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ومما يدل على فضل الحج حديث أبي هريرة رضي الله عنه, ഹജ്ജിന്റെ ശ്രേഷ്ഠതയിലേക്ക് അറിയിക്കുന്ന മറ്റൊന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറ അതിനുശേഷം വീണ്ടും ഒരു ഉംറ ചെയ്താൽ
ഈ രണ്ട് ഉംറകൾ അവകൾക്ക് ഇടയിലുള്ളതായ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ ജസാ ഇല്ല, സ്വർഗമാണ് അതിന്റെ പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. സ്വർഗമാണ് ഒരാളുടെ ലക്ഷ്യം. സ്വർഗം ലഭിക്കണോ, മബ്റൂറായ ഹജ്ജ് അതിന്റെ പ്രതിഫലം സ്വർഗം തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേപോലെ തന്നെ വീണ്ടും കാണാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ചില ആളുകൾ ഹജ്ജ് ചെയ്യുന്നതിനെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിന് നിരുത്സാഹപ്പെടുത്തും. ഹജ്ജ് ചെയ്യുന്ന പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ സാധുക്കളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഹജ്ജിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇത് തെറ്റായ ഒരു ധാരണ. ധാരാളം ഹദീസുകളുണ്ട്. ഹജ്ജ് വർദ്ധിപ്പിക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്ന വ്യത്യസ്തങ്ങളായ ദലീലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഹജ്ജിനും ഉംറയുടെയും ഇടയിൽ തുടർച്ച ഉണ്ടാക്കുക. ഹജ്ജ് ചെയ്യുക, വീണ്ടും ഹജ്ജ് ചെയ്യുക, വീണ്ടും ഉംറ ചെയ്യുക, വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം എന്താണ്? ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ. ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യുന്നതാണ്. കയ്യിലുള്ള പണം ഇല്ലാതെയാക്കി കളയുന്നതല്ല, ദാരിദ്ര്യം ഇല്ലാതെയാക്കി കളയുന്നതാണ്. വദ്ദുനൂബ, പാപങ്ങളെയും അത് ഇല്ലാതെയാക്കി കളയും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ് വദ്ദഹബി വൽഫിദ്ദ. കൊല്ലന്റെ ഉല, അതായത് ശക്തമായ തീക്കനലുകൾ, അത് ഇരുമ്പിന്റെ, സ്വർണത്തിന്റെ, വെള്ളിയുടെ മാലിന്യങ്ങളെ എങ്ങനെയാണോ ഉരുക്കി വൃത്തിയാക്കി സംസ്കരിച്ചെടുക്കുന്നത്, അതേപോലെ ഒരു മനുഷ്യനിലുള്ള പാപങ്ങളെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. അവനിലുള്ള ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യുന്നതാണ്. വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറ സവാബുൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല, സ്വർഗമാണ് അതിന്റെ പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തുർമുദി ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. വീണ്ടും കാണാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ്, വൽ ഹജ്ജ് വൽ മുഅ്തമിർ, ഹജ്ജിന് പുറപ്പെട്ടവൻ, ഉംറയ്ക്ക് പുറപ്പെട്ടവൻ, വഫ്ദുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ വഫദാണ്, അല്ലാഹുവിന്റെ സാർഥവാഹക സംഘങ്ങളാണവർ, അല്ലാഹുവിന്റെ സംഘമാണവർ. ദഅാഹും ഫഅജാബു, അല്ലാഹു അവരെ വിളിച്ചത്, അല്ലാഹുവാണ് അവരെ വിളിച്ചത്, അങ്ങനെ അവർ ഉത്തരം നൽകി. അല്ലാഹു വിളിച്ചപ്പോൾ അവർ ഉത്തരം നൽകി പോകുന്നവരാണ്. വസഅലൂഹു ഫഅതാഹും, അവർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹു എന്ത് ചെയ്യും? അവർക്ക് നൽകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, ഫൗലാണ് ഹജ്ജിന്റെ. അല്ലാഹു വിളിച്ചിട്ട് പോകുന്ന അല്ലാഹുവിന്റെ സംഘമാണവർ, അല്ലാഹുവിന്റെ അതിഥികളാണ്. അതുകൊണ്ട് തന്നെ അവരെന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹു അവർക്ക് ഉത്തരം നൽകും. ഹജ്ജിൽ ഉത്തരം നൽകപ്പെടുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് വീണ്ടും ശേഷം പരാമർശിക്കും. അപ്പൊ ഇങ്ങനെ ധാരാളം ഫളായിലുകൾ ഹജ്ജിനുണ്ട്. ഈ ഫളായിലുകൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് എല്ലാ അമലുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ ചോദ്യം, മാ ഹുവൽ ഹജ്ജുൽ മബ്റൂർ. മബ്റൂറായ ഹജ്ജ് ചെയ്യുന്നവനാണ് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ, സ്വർഗമാണ് അവന്റെ പ്രതിഫലം എന്ന് പറഞ്ഞു. എന്താണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? അൽ ഹജ്ജുൽ മബ്റൂർ ഹുവൽ മഖ്ബൂലു അല്ലദീ ലാ യുഖാലിതുഹു മഅസിയത്തുൻ ഫീ ഹഖ്ഖില്ലാഹ് തബാറക വതആല വലാ തഅദ്ദിൻ ഫീ ഹഖ്ഖിൽ ആഖിരീൻ. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായ ഹജ്ജ് എന്നാണ്. സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അള്ളാഹുവിന്റെ ഹക്കിൽ ഒരു മാസിയത്തും, അതായത് അള്ളാഹുവിനോട് ഒരു പാപവും ചെയ്യാത്ത ഹജ്ജ്. രണ്ട് രീതിയിലാണ് അവിടെ പാപം വരുന്നത്. ഒന്ന്, എപ്പോഴും നിഷിദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഹറാമാക്കിയ, പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് കാര്യവും അത് പാടില്ലാത്തതാണ്. അതേപോലെ ഹജ്ജിന്റെ വേളയിൽ പ്രത്യേകം നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഹാജിയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് പ്രത്യേകമായത്, സ്ത്രീകൾക്ക് പ്രത്യേകമായത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലമറക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവർ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അത്തർ തേക്കുന്നത്, ഇങ്ങനെയുള്ള ചില ഇഹ്റാമിൽ മാത്രം നിഷിദ്ധമായ കാര്യങ്ങൾ ശേഷം പറയുന്നതാണ്. അതേപോലെ തന്നെ മറ്റുള്ള പൊതുവായ പാപം, ഇങ്ങനെ പാപങ്ങളൊന്നും സംഭവിക്കാതിരിക്കുക, ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സൂക്ഷ്മത പാലിക്കേണ്ട. ഇഹ്റാമിലേക്ക് എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഹറാമിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ അവന്റെ വാക്കുകൾ, അവന്റെ പ്രവർത്തികൾ, അവന്റെ നോട്ടങ്ങൾ, അവന്റെ കേൾവികൾ, ഇതെല്ലാം തന്നെ ശുദ്ധമായിരിക്കണം.
അനുവദനീയമായി മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സൂക്ഷ്മത പാലിക്കേണ്ടത്. അതിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ധാരാളം ഘടകങ്ങൾ കാണാൻ സാധിക്കും. ധാരാളം ഘടകങ്ങൾ പലപ്പോഴും ഉണ്ടാകും. നമ്മുടെ ക്ഷമ നശിപ്പിച്ച് കളയുന്ന പലതും കാണും. പക്ഷെ നല്ല സൂക്ഷ്മതയോടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹജ്ജ് മബ്റൂറാവുക എന്നുള്ള ലക്ഷ്യത്തോടെ നല്ല രീതിയിൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ വലാ തഅദ്ദി ഫീ ഹഖ്ഖിൽ ആഖിരീൻ, ഒരാൾ ഒരു തിന്മ ചെയ്തു, ചിലപ്പോൾ അത് അവനെ മാത്രം ബാധിക്കുന്നതാകാം. അതാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ള പാടില്ല. വേറൊരാൾ ഒരു പാപം ചെയ്തു, അത് മറ്റുള്ളവനെയും ബാധിക്കുന്നതാണ്. അങ്ങനെയുള്ളതും തീരെ പാടില്ല. ഞാൻ ചെയ്യുന്ന ആ പാപം മുഖേന വേറൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണോ? ഇത് കഠിനമായ പാപമാണത്. അപ്പൊ യാത്രാവേളകളിലും മറ്റുമെല്ലാം പല പല പ്രശ്നങ്ങളുണ്ടാകും. വേറൊരാളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, ഹജ്ജിന്റെ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ ഫലാ റഫഥ, മോശപ്പെട്ട വാക്കുകൾ അവനിൽ നിന്നുണ്ടാകരുത്. ലൈംഗിക ചുവയുള്ളതായ വാക്കുകൾ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ. വലാ ഫുസൂഖ, തിന്മകളൊന്നും സംഭവിക്കരുത്. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്കങ്ങളോ മറ്റോ ഒന്നും ഇല്ല എന്ന് അള്ളാഹു പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ ഹജ്ജ ലില്ലാ, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ച ഒരാൾ ഹജ്ജ് ചെയ്താൽ, ഫലം യർഫുസ് വലം യഫ്സുഖ്, മോശപ്പെട്ട വാക്കുകളോ പ്രവർത്തികളോ അവനിൽ നിന്നുണ്ടായിട്ടില്ല, എങ്കിൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ എങ്ങനെ പാപങ്ങളിൽ നിന്ന് അവൻ സുരക്ഷിതനാണോ അപ്രകാരം പാപസുരക്ഷിതനായി മാറും, പാപങ്ങളില്ലാത്തവനായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ മൻ ഹജ്ജ ലില്ലാ, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ എന്ന് പറഞ്ഞതിൽ നിന്ന് അഹമ്മിയത്തുൽ ഇഖ്ലാസ് ഫിൽ ഹജ്ജ്, ഹജ്ജിലുള്ള ഇഖ്ലാസിന്റെ പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട് ആ വാക്കിൽ പറയുന്നുണ്ട്. ഒരാൾ ഹജ്ജ് ചെയ്ത് വേറെ പല ലക്ഷ്യത്തിലാകാൻ പാടില്ല, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. എട്ടാമത്തെ ചോദ്യം, ഹൽ യഅ്സമു മൻ തറക്കൽ ഹജ്ജ മഅൽ ഖുദ്റതി അലൈഹി, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട്, കഴിവുള്ളതിനോടുകൂടെ ഒരാൾ ഹജ്ജിനെ ഉപേക്ഷിച്ചാൽ അവൻ അതിന്റെ പേരിൽ കുറ്റക്കാരനാകുമോ എന്നുള്ളതാണ്. യുഹറമു തർക്കുൽ ഹജ്ജി മഅൽ ഖുദ്റതി അലൈഹി, കഴിവുള്ളതിനോടുകൂടെ ഹജ്ജിനെ ഉപേക്ഷിക്കൽ ഹറാമാക്കപ്പെടുന്ന കാര്യമാണ്, ഹറാമായ കാര്യമാണത്. വതർക്കുൽ ഹജ്ജ് ബിലാ ഉദ്രിൻ കബീറത്തുൻ മിൻ കബായിരി ദുനൂബ്, ഒരു കാരണവുമില്ലാതെ ഹജ്ജ് ചെയ്യുന്നതിനെ ആരെങ്കിലും ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് കബായിറുകളിൽപ്പെട്ടതാണ്, വലിയ പാപങ്ങളിൽപ്പെട്ടതാണ്. എന്നല്ല, ബൽ ഇഅറാദു അൻഹു ഖദ് യസ്ലു ഇലാ ദറജത്തിൽ കുഫർ, ഒരാൾ ഹജ്ജിനെ തൊട്ട് കഴിവുണ്ടായിരിക്കെ അതിനോട് തിരിഞ്ഞു കളഞ്ഞാൽ കുഫർ വരെയും സംഭവിക്കാവുന്നതാണ്. എന്താണ് കാരണം? അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അല്ലാഹുവിന് വേണ്ടി ശേഷിയുള്ള ആളുകൾ ഹജ്ജ് ചെയ്യൽ, കാബയിൽ പോയി ഹജ്ജ് ചെയ്യൽ അവരുടെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ആരെങ്കിലും കുഫ്ർ ചെയ്താൽ, അതായത് അല്ലാഹുവിന് നന്ദി ചെയ്യാതെ ശേഷി ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ എന്നർത്ഥം, അതിനെ കുഫ്ർ എന്നാണ് എന്ത് ചെയ്തത് അല്ലാഹു വിശേഷിപ്പിച്ചത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു ലോകരെ തൊട്ട് ധന്യനായവനാണ് എന്ന് അല്ലാഹു പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യംനഉഹു മിനൽ ഹജ്ജി ഹാജത്തുൻ ളാഹിറ, ഒരാൾ അവൻ പ്രകടമായ ആവശ്യങ്ങളൊന്നും ഹജ്ജിനെ തൊട്ട് അവനെ തടുക്കുന്നില്ല, പ്രകടമായിട്ട് പ്രയാസങ്ങളൊന്നുമില്ല അവനക്ക്. ഔ സുൽത്താനുൻ ജായിറുൻ, അല്ലെങ്കിൽ അതിക്രമിയായ ഭരണാധികാരി അവനെ ഹജ്ജിൽ നിന്ന് വിലക്കുന്നില്ല. ഔ മറദുൻ ഹാബിസുൻ, അല്ലെങ്കിൽ അവനെ തടഞ്ഞു വെക്കുന്ന ഒരു രോഗവും അവനില്ല. അങ്ങനെ ഫമാത്ത്, അവൻ മരിച്ചുപോയി. വലം യഹുജ്ജ, ഹജ്ജ് ചെയ്തിട്ടില്ല. എന്നാൽ ഫൽയമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്രാനിയൻ, അവൻ ഒന്നുകിൽ നസ്രാനിയായിട്ടോ ജൂതനായിട്ടോ മരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹജ്ജിന് ശേഷിയുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അലൽ ഫൗ, ഉടനെ തന്നെ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം, മാ ഹിയ അർക്കാനുൽ ഹജ്ജ്, ഹജ്ജിന്റെ റുക്നുകൾ ഏതെല്ലാമാണ്? ഇവിടെ ഈ അധ്യായത്തിൽ പൊതുവായ ചില റുക്നുകളും അതിന്റെ വാജിബാത്തുകളും സുനനുകളും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇത് പൊതുവായി പറയുന്നതാണ്. ശേഷം ഓരോ കർമ്മങ്ങളെ സംബന്ധിച്ചും വിശദമായി ശേഷമുള്ള ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട്. ഹജ്ജ് ഉംറ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ നമസ്കാരത്തിൽ സാധാരണ അർക്കാനുൽ സ്വലാ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. ചിലപ്പോൾ ഷാഫി മദ്ഹബ് എല്ലാം പഠിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അവിടെ റുക്ൻ എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്. ഫർദ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ ഹജ്ജിന്റെ വേളയിൽ റുക്ന് എന്നുള്ളത് ഒന്ന് വേറെയാണ്, വാജിബ് എന്നത് വേറെയാണ്. റുക്ന് ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അവനെന്തില്ല? ഹജ്ജില്ല. പിന്നീട് കഫാറത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ വാജിബ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും അതിനെന്തുണ്ട്? പ്രതിവിധിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാജിബ്. ഇവിടെ ഹജ്ജിന്റെ അർക്കാനുകൾ ഏതെല്ലാമാണ് എന്നാണ് 9ാമത്തെ ചോദ്യം. ലിൽ ഹജ്ജി അർബഅത്തു അർക്കാൻ, 4 റുക്നുകളാണ് ഹജ്ജിനുള്ളത്. വഹിയത് അൽ ഇഹ്റാം, ഒന്നാമത്തേത് ഇഹ്റാമാണ്. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യലാണ്. ശേഷം വിശദീകരിക്കും എന്താണ് അതിന്റെ വിശദാംശങ്ങളെന്ന്. രണ്ടാമത്തെ അൽ വുഖൂഫ് ബി അറഫ, അറഫയിൽ നിൽക്കലാണ്. ദുൽ ഹജ്ജ് 9 അറഫയിൽ നിൽക്കലാണ്. മൂന്നാമത്തേത് തവാഫുൽ ഇഫാദ, ഇഫാദത്തിന്റെ തവാഫാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തവാഫിനാണ് ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്നത്. നാലാമത്തെ അസ്സഅയു ബൈന സ്വഫാ വൽ മർവ, തവാഫിന് ശേഷം സഫാ മർവയ്ക്കിടയിൽ സഅയ് ചെയ്യലാണ്. ഇതാണ് ഹജ്ജിന്റെ 4 റുക്നുകൾ. ഓരോന്നും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. വമൻ തറക ശൈഅൻ മിൻ ഹാദിഹിൽ അർകാനി ലം യസിഹ് ഹജ്ജുഹു, ഈ റുക്നുകളിൽ ഏതെങ്കിലും ഒന്നിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ അവന്റെ ഹജ്ജ് പിന്നെ സ്വഹീഹാവുകയില്ല. ഇഹ്റാം, അറഫയിൽ നിൽക്കൽ, തവാഫുൽ ഇഫാദ, സഅയ്, ഇതാണ് 4 കാര്യങ്ങൾ. 10ാമത്തെ ചോദ്യം മാ ഹിയ സുനനുൽ ഹജ്ജി, ഹജ്ജിന്റെ സുന്നത്തുകൾ ഏതെല്ലാമാണ്? സുനനുൽ ഹജ്ജി കസീറ, ഹജ്ജിന് ധാരാളം സുന്നത്തുകളുണ്ട്. വയംബഗി അലൽ ഹാജി അൻ യഹ്റുസ അലാ ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹജ്ജ്, ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ കാര്യമാണ് ഹജ്ജിലുള്ളതായ സുന്നത്തുകളോട് നല്ല ഹിർസ് വേണം, ആഗ്രഹം വേണം. സുന്നത്താണല്ലോ എന്ന് പറയരുത്. വലാ യഖൂലു ഹാദിഹി സുന്ന ഫയത്റുകുഹ, ഇത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവന് കഴിവുണ്ട്, ശേഷിയുണ്ട് ആ സുന്നത്ത് ചെയ്യാൻ, എന്നിട്ടും അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അനിവാര്യമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം എന്നുള്ളതാണ്. ഒമിൻ ഹാദിസ്, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരാളം ആളുകൾ പലതും പറയും. കാരണം ഹജ്ജിന് പോകുമ്പോൾ സംഘങ്ങളായിട്ടായിരിക്കും പോകുന്നത്. ഓരോ സംഘത്തിലും വ്യത്യസ്തങ്ങളായ ആളുകൾ ഉണ്ടാവും. ഇവർ പലരും പലതും പറയും. എന്നാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മങ്ങളിലും എന്ത് ചെയ്തു? ഏതാണ് അനിവാര്യമായി ചെയ്യേണ്ടത്, ഏതാണ് ഐച്ഛികമായി ഇത് കൃത്യമായി പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചില സുന്നത്തുകൾ, പൊതുവായ ചില സുന്നത്തുകൾ ഇവിടെ വിവരിക്കുകയാണ്. ശേഷം ഓരോ കർമ്മങ്ങളിലും പാലിക്കേണ്ട മര്യാദകൾ വിവരിക്കും. ഒന്ന് അൽ ഇഗ്തിസാലു ലിൽ ഇഹ്റാം, ഇഹ്റാമിന് വേണ്ടി കുളിക്കണം, അത് സുന്നത്താണ്. വത്തതയ്യുബു ലഹ്, കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കണം, വസ്ത്രത്തിലാകാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. ശരീരത്തിൽ മാത്രമേ പാടുള്ളൂ, മുടിയിലോ താടിയിലോ മറ്റൊക്കെ ഇത് ചെയ്യാം, സുഗന്ധം തേക്കാം, ശരീരത്തിലും തേക്കാം, പക്ഷേ വസ്ത്രത്തിൽ പ്രത്യേകം നേരിട്ട് തേക്കാൻ പാടില്ല. അത് ഇഹ്റാമിന് മുമ്പാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അതും പാടില്ല. വതഖ്ലീമുൽ അദ്ഫാർ, നഖം മുറിക്കണം. വഅഖുദു ശഅരിൽ ആനതി വൽ ഇബ്തി, ഗുഹ്യരോമങ്ങൾ അതേപോലെ കക്ഷരോമങ്ങളെല്ലാം എടുക്കണം. വഖസ്സു ശാരിബ്, മീശ വെട്ടി ഒതുക്കണം. അതുപോലെ രണ്ടാമത്തേത് അത്തൽബിയത്തു ബിസൗത്തിൻ മുർതഫിഅ, ഉയർന്ന ശബ്ദത്തിൽ തൽബിയത്ത് ചൊല്ലണം. പുരുഷന്മാർ നല്ല ഉറക്കെ ചൊല്ലണം. സ്ത്രീകൾ അന്യപുരുഷന്മാരില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഉറക്കെ ചൊല്ലാം. അന്യപുരുഷന്മാരുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? ശബ്ദം താഴ്ത്തുകയാണ്. സ്വയം ഉള്ളിലാണ് പറയേണ്ടത്, പുറത്തേക്ക് ശബ്ദത്തിൽ ചൊല്ലേണ്ടതില്ല. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ശബ്ദത്തിലായിരിക്കുക എന്നുള്ളത്. അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. മറ്റൊരു തവാഫുൽ ഖുദൂമി ബിന്നിസ്ബതി ലിൽ മുഫ്രിദി വൽ ഖാരിൻ, തവാഫുൽ ഖുദൂമാണ്. ഹജ്ജ് 3 രീതിയിലാണ് ചെയ്യേണ്ടത്. ഒന്ന് ഇഫ്റാദ് ഉണ്ട്, ഖിറാൻ ഉണ്ട്, തമത്തു ഉണ്ട്. ശേഷം വിശദീകരിക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്ന ആളുകൾ തമത്തു ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ
മുഫ്രിദിനും ഖാരിനും ഇഫ്രാദും ഖിറാനും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് മാത്രമുള്ളതാണെന്ത്? തവാഫുൽ ഖുദൂം. ആദ്യമേ ചെല്ലുമ്പോൾ ചെയ്യുന്ന തവാഫിനാണ് തവാഫുൽ ഖുദൂം, ആദ്യം പ്രവേശിക്കുമ്പോൾ ചെയ്യുന്ന തവാഫ് എന്നുള്ളത്. അവർക്ക് ഈ തവാഫുൽ ഖുദൂം സുന്നത്താണ്. അതേപോലെ ആദ്യത്തെ 3 ചുറ്റലുകളിൽ, തവാഫിന്റെ ആദ്യത്തെ 3 ചുറ്റലുകളിൽ റംല് നടക്കൽ, കാലുകൾ അടുപ്പിച്ച് ഉയർന്നു ചാടി വേഗതയിൽ, കാലുകളുടെ സ്റ്റെപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും, പക്ഷെ എന്തുണ്ടാവും, വേഗതയിൽ പോകും, നല്ല ആവേശം കാണിക്കുന്ന, ഊർജ്ജസ്വലത കാണിക്കുന്ന രീതിയിലുള്ള നടത്തം. അതിനാണ് എന്ന് പറയുന്നത് റംല് നടത്തം എന്ന് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറത്തുൽ ഖളാ, ഹുദൈബിയ സന്ധിക്ക് ശേഷം അടുത്ത വർഷം ഉംറ ചെയ്യാൻ വന്നപ്പോ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും വന്നപ്പോ എന്ത് ചെയ്തു? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ കഅബയുടെ ഒരു ഭാഗത്ത് മലയുടെ മുകളിൽ മുകളിൽ നിന്നു ഇവരുടെ പ്രവൃത്തികൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും മുസ്ലിമീങ്ങളെ കുറിച്ചൊരു വ്യാജ പ്രചരണം ഉണ്ടായി. അവർ മദീനയിൽ പോയി പട്ടിണി കിടന്ന് ശോഷിച്ചിരിക്കുകയാണ്, അവർക്ക് ബലമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ശേഷി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണെന്നാണ്. അപ്പോ ആദ്യത്തെ വർഷം ഹജറുൽ അസ്വദ് മുതൽ ഇങ്ങനെ സഞ്ചരിച്ച് 3 കോർണറുകളായിരുന്നു എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ നടക്കുമായിരുന്നുള്ളൂ. അതിനുശേഷം റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗത്ത് സാധാ നടത്തമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? ആ രീതിയിൽ നടത്തമാക്കപ്പെട്ടു. ഇത് ആദ്യത്തെ 3 റൗണ്ടുകളിലാണ് വേണ്ടത്. ഉംറ, ഇത് ഖുദൂമിന്റെ തവാഫിലും വേണം, ഉംറയുടെ തവാഫിലും വേണം. ആദ്യം ചെല്ലുമ്പോഴുള്ള തവാഫിൽ മാത്രമേ എന്തുള്ളൂ, ഈ പറയുന്നതുള്ളൂ. അതുപോലെ ഇൽത്തിബാഉം സുന്നത്താണ്. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ ഇതേ ഈ ഖുദൂമിന്റെ തവാഫിലും ആദ്യം ഉംറ നിർവഹിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന ഈ തവാഫിലും മേൽമുണ്ട് പുരുഷന്മാരെന്ത് ചെയ്യുക, അവരുടെ വലത് തോള് വെളിപ്പെടുത്തുന്ന രീതിയിൽ അതിന്റെ താഴ്ഭാഗത്ത് കൂടി എന്ത് ചെയ്യുക, ഇടുന്നതിനാണ് ഇൽത്തിബാ എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ടത് തവാഫ് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ്. തവാഫ് തുടങ്ങിക്കഴിഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം, അത് നേരെയാക്കുകയും ചെയ്യണം. ചില ആളുകൾ ഇഹ്റാം മുതലേ എന്ത് ചെയ്യും, അങ്ങനെ കെട്ടിപ്പോകും. അത് സുന്നത്തല്ല. തവാഫിന് തൊട്ട് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്, അതങ്ങനെ ചെയ്യാം. അതും ഈ ഖുദൂമിന്റെ തവാഫിലും അതേപോലെ തന്നെ തമത്തു ആയി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉംറയാണ് ആദ്യം നിർവഹിക്കുന്നത്. ഉംറയുടെ ആ തവാഫിലും മാത്രമാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇൽത്തിബാ ചെയ്യുന്നത്. അത് തവാഫ് തുടങ്ങുമ്പോൾ അങ്ങനെയാക്കുന്നു, തവാഫ് പൂർത്തിയാക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, അത് നേരെയാക്കുകയും ചെയ്യുന്നു. 4ാമത്തെ സുന്നത്ത് അൽ മബീതു ബിമിന ലൈലത താസിഇ മിൻ ദിൽഹിജ്ജ. ദിൽഹിജ്ജ 8 അസ്തമിച്ചതിന് ശേഷം, അതായത് അറഫയുടെ രാത്രി, ദുൽഹജ്ജ് 9ന്റെ രാത്രി, അതായത് 8 അസ്തമിച്ചതിന് ശേഷമുള്ളതായ രാത്രിയിൽ മിനയിൽ രാപ്പാർക്കൽ, അറഫയുടെ രാത്രി എന്നാണ് അതിന് പറയുക, ലൈലത്തു അറഫ. ആ രാത്രി മിനയിൽ രാപ്പാർക്കൽ സുന്നത്താണ്. അതായത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹജ്ജ 8നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇഹ്റാം ചെയ്തുകൊണ്ട് മിനയിലേക്ക് പോയി ആ രാത്രിയിൽ അവിടെ താമസിക്കൽ സുന്നത്തായ കർമ്മമാണ്. 5ാമത്തെ തൽബിയത്തു മിൻ ഹീനിൽ ഇഹ്റാമി. ഇഹ്റാം ചെയ്തത് മുതൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, തൽബിയത്ത് ചൊല്ലണം. എപ്പോ വരെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? വഹത്താ റമി ജംറത്തുൽ അഖബത്തി യൗമുൽ ഈദ്. പെരുന്നാൾ ദിവസം, യൗമുൽ ഈദ് പെരുന്നാൾ ദിവസം ഒരു ജംറത്തുൽ അഖബയിൽ മാത്രമാണ് എറിയേണ്ടത്. ആ ദിവസം ജംറത്തുൽ അഖബയിൽ എറിയുന്നത് വരെയും അതുവരെയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. എറിയാൻ തുടങ്ങിയാൽ പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പെരുന്നാൾ ദിവസമാണ്. അതിനുശേഷം പിന്നീട് എന്താണ് വേണ്ടത്, തക്ബീറുകളുമാണ് വേണ്ടത്. അതുവരെയും എന്ത് ചെയ്യണം, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. 6ാമത്തേത് ജംഉ സ്വലാത്തൈ അൽ-ളുഹ്രി വൽ അസ്രി ഫി അറഫാത്തിൻ. അറഫയിൽ ളുഹ്ർ അസ്ർ നമസ്കാരങ്ങൾ ജംആക്കി നമസ്കരിക്കണം. ബി അദാനിൻ വാഹിദിൻ വ ഇഖാമത്തൈൻ. ഒരു ബാങ്കും 2 ഇഖാമത്തും വിളിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധാരാളം ആളുകൾ എന്ത് ചെയ്യും, പല കോലത്തിൽ നമസ്കരിക്കുന്നവരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അറഫയിൽ അസ്റിനെ ദുഹറിന്റെ സമയത്തേക്ക് മുന്തിച്ച് 2 റക്അത്തുകൾ വീതം എന്ത് ചെയ്യലാണ്, നമസ്കരിക്കലാണ്. ജംഇ ചെയ്ത് നമസ്കരിക്കലാണ്. ജംഉ സ്വലാത്തൈ അൽ-ളുഹ്രി വൽ അസ്രി ഫി അറഫാത്തിൻ ബി അദാനിൻ വാഹിദിൻ വ ഇഖാമത്തൈൻ. അപ്പോ ഇതിന്റെ കാരണം പറയുന്നുണ്ട് ഉലമാക്കൾ. കാരണം അറഫ ദിനത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം നൽകപ്പെടുന്നതായ സമയമാണ്. അതുകൊണ്ട് തന്നെ ളുഹ്ർ നമസ്കരിച്ചു, ശേഷം അസ്റിന്റെ സമയമാകുമ്പോൾ വീണ്ടും വുദൂ പുതുക്കി ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുത്ത് നമസ്കരിച്ച് വീണ്ടും സമയം നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യുക, ദുആയിൽ തന്നെ തുടരുക.
ഇതിനാണ് അതിന്റെ ഹക്കമത്തായ ഉലമാക്കൾ പറയുന്നത്. അപ്പൊ നമസ്കാരം ആദ്യം വീട്ടുക, എന്നിട്ട് ദുആഇന് വേണ്ടി തന്നെ മാറിയിരിക്കുക. പലപ്പോഴും കണ്ടുവരുന്നതല്ല. ഈ സമയമാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ്. ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമാണ്. ധാരാളം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പക്ഷേ ഭക്ഷണത്തിന്റെ പിന്നാലെയായിരിക്കും പല ആളുകളും. അല്ലെങ്കിൽ ചില ആളുകൾ കിടന്നുറങ്ങും. ആവശ്യത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ഷീണം മാറ്റാനൊന്നും ഉറങ്ങാം, അത് കുഴപ്പമില്ല. പക്ഷേ ദുആക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നിന്നുകൊണ്ടാകാം, ഇരുന്നു കൊണ്ടാകാം, വേണമെങ്കിൽ ക്ഷീണമുള്ളപ്പോൾ കിടന്നുകൊണ്ടുമാകാം. എന്നാലും അശ്രദ്ധമായി സംസാരിച്ചിരിക്കലും ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, വളരെ പ്രാധാന്യത്തോടെ ദുആ ചെയ്യേണ്ടതായ സമയമാണ്. അതേപോലെ തന്നെ ജംഉ സ്വലാത്തൈ അൽ മഗ്രിബി വൽ ഇശാഇ ഫി മുസ്ദലിഫ ലൈലത്തുൽ ആശിരി മിൻ ദിൽഹിജ്ജ ലൈലത്തുൽ ഈദി ബിഅദാനിൻ വാഹിദിൻ വ ഇഖാമത്തൈൻ. അതേപോലെ തന്നെ മുസ്ദലിഫയിൽ, അതായത് പെരുന്നാളിന്റെ രാത്രി, അറഫ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് മുസ്ദലിഫയിലേക്കാണ്. അറഫയിൽ നിന്ന് പുറപ്പെട്ടു പോകേണ്ടത് അസ്തമിച്ചതിന് ശേഷമാണ്. അസ്തമിച്ചാലും സാധാരണ നമ്മൾ അസ്തമിച്ച ഉടനെ എന്ത് ചെയ്യും, മഗ്രിബ് നമസ്കരിക്കും. പക്ഷെ അറഫയിൽ അസ്തമിച്ചതിന് ശേഷമാണ് നമ്മൾ പുറപ്പെടേണ്ടത്. അസ്തമിക്കും ഉടനെ തന്നെ നമ്മൾ നമസ്കരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താണ് ചെയ്യുക, മുസ്ദലിഫയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യേണ്ടത്. മുസ്ദലിഫയിൽ പുറപ്പെട്ട് മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മഗ്രിബും ഇശാവും കൂടിയിട്ട് ജംഉം ഖസ്റുമാക്കി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ബിഅദാനിൻ വാഹിദിൻ വ ഇഖാമത്തൈൻ, ബാങ്കും ഒരു ബാങ്കും രണ്ട് ഇഖാമത്തുമായിട്ട്. 8 അൽ മുഹാഫളതു അലൽ ഹൈആതി വൽ അഫ്ആലി വൽ അഖ്വാലി അല്ലതി അതാ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപം ഏതാണോ, പ്രവർത്തികളിൽ, വാക്കുകളിൽ, എല്ലാത്തിലും, രൂപങ്ങളിലും നബി എന്താണോ ചെയ്തത്, ഇത് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രദ്ധ കൊടുക്കുക. ഇതും പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പൊ ചില സുന്നത്തുകളാണ് ഇവിടെ എണ്ണി പറഞ്ഞത്. ഇതിനുശേഷം ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും ചെയ്യും ശേഷം വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പൊതുവായൊരു രൂപം പറഞ്ഞതാണ്. 11-ാമത്തേത് മാഹിയ വാജിബാത്തുൽ ഹജ്ജി, ഹജ്ജിലെ വാജിബുകൾ ഏതാണ്, നിർബന്ധമായ കാര്യങ്ങൾ. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്, റുക്നുകൾ പോലെയല്ല. അങ്ങനെയുള്ള വാജിബുകൾ ഏതാണ്? ലിൽ ഹജ്ജി സബ്അത്തു വാജിബാത്തിൻ, ഹജ്ജിന് 7 വാജിബുകളാണ് ഉള്ളത്. ഒന്ന് അൽ ഇഹ്റാമു മിനൽ മീഖാത്തി അല്ലദീ യമുറു അലൈഹിൽ ഹജ്ജു വൽ മുഅ്തമിർ, ഹജ്ജിന് ചില മീഖാത്തുകളുണ്ട്, ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഉംറക്കുമുണ്ട്. അത് എന്താണ്, ശേഷം വിവരിക്കുന്നുണ്ട് ഏതാണ് എന്ന്. അപ്പോ ഇഹ്റാം ചെയ്യൽ റുക്കനാണെന്ന് പറഞ്ഞു. പക്ഷേ അത് മീഖാത്തിൽ നിന്ന് തന്നെയാകൽ എന്താണ്, ഹജ്ജിന്റെ വാജിബിൽപ്പെട്ടതാണ്. ഇഹ്റാം ചെയ്യൽ റുക്കനാണ്, പക്ഷെ അത് മീഖാത്തിൽ നിന്നാവുക എന്നുള്ളത് എന്താണ്, വാജിബാണ്. രണ്ടാമത്തേത് അൽ വുഖൂഫു ബിഅറഫ ഇലാ മഗ്രിബി ശംസി, അറഫയിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നിൽക്കൽ. അറഫയിൽ നിൽക്കൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ റുക്കനാണ്. എന്നാൽ അറഫയിൽ നിന്നതിന് ശേഷം അത് റുക്ന് വീടാൻ ഒരു നിമിഷം നിന്നാലും മതി. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അവിടെ തന്നെ നിൽക്കൽ എന്താണ്, വാജിബാണ്. ചില ഉലമാക്കൾ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെല്ലാം സുന്നത്താണ്. പക്ഷേ അത് വാജിബ്, നിർബന്ധമാണെന്നുള്ളതിലേക്ക് അറിയിക്കുന്ന തെളിവുകളുണ്ട് എന്നുള്ളതിനാൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ കണ്ടുവരുന്നത് അറഫ നിന്ന് അസ്തമയത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ടെന്റുകൾ ഒഴിപ്പിക്കും അതിന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ട്രെയിനിലാണ് സഞ്ചാരമെങ്കിൽ മഹത്ത ട്രെയിനിന്റെ സ്റ്റേഷനും മറ്റൊക്കെ എന്താണ്, അറഫയുടെ പരിധിയിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ദിക്ർ ചെയ്യുക, ദുആ ചെയ്യുക. ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അറഫയുടെ അവസാന സമയം കൂടുതൽ പ്രാധാന്യപ്പെട്ടതാണ്. അപ്പോ എന്ത് ചെയ്യുക, ദുആയിലും ദിക്റിലുമായിട്ട് തന്നെ എന്ത് ചെയ്യണം, പതിയെ പതിയെ നീങ്ങണം. എന്നിട്ട് അസ്തമിച്ചതിന് ശേഷം അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന രീതിയിൽ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ വാജിബ്. മൂന്നാമത്തേത് അൽ മബീതു ബി മുസ്ദലിഫ ലൈലത ജംഇൻ, പെരുന്നാളിന്റെ രാത്രിയിൽ മുസ്ദലിഫയിൽ രാപ്പാർക്കുക. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ വാജിബാണ് പെരുന്നാളിന്റെ രാത്രി. അതായത് അറഫയിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫയിലെ ടെന്റുകളോ മറ്റൊന്നും ഉണ്ടാവുകയില്ല. വളരെ തുറന്നൊരു മൈതാനിയായിരിക്കും. അവിടെ എന്ത് ചെയ്യുക, പോയി ഇറങ്ങിയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമസ്കരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വെള്ളത്തിന് ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാകും സാധാരണ രീതിയിൽ. അതുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ വലിയ ലോറികളിൽ വെള്ളം വിതരണം ചെയ്യണ്ടാവും. ഇത് 1-2 ബണ്ടിലുകൾ എന്ത് ചെയ്യുക, ആദ്യമേ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യും, പ്രയാസപ്പെടും. ചിലപ്പോൾ ബാത്റൂമുകളിൽ വെള്ളം അവസാനിക്കുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാകലുണ്ട് ചില സമയങ്ങളിൽ. അതേപോലെ തന്നെ അവിടെ നിലത്ത് വിരിക്കാനുള്ളതായ കാർപ്പറ്റുകൾ വിരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. അതെന്ത് ചെയ്യണം, അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യണം, നല്ല സ്ഥലങ്ങളിൽ വിരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, തയ്യാർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത ആളുകളാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റിലും മറ്റും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ നിർദ്ദേശങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും നൽകാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അവിടെ ചെല്ലുക, വെള്ളം ആദ്യം അവിടെ കൊടുക്കുന്നുണ്ടാവും, വെള്ളം സ്വീകരിക്കുക. അതേപോലെ തന്നെ കാർപ്പറ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുന്ന നമസ്കാരമാണ്. നമസ്കരിച്ചതിന് ശേഷം അവിടെ ഉറങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ സുന്നത്ത്. ഉറങ്ങുക എന്നുള്ളതാണ്. ധാരാളം ആളുകൾ സംസാരിച്ചിരിക്കും, സമയം കളയും. പക്ഷേ മുസ്ദലിഫയുടെ രാത്രി ഉറങ്ങാനുള്ളതാണ്. എത്രത്തോളം എന്നാൽ രാത്രി നമസ്കാരം വരെയും സുന്നത്തില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ചില ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി നമസ്കാരം. പക്ഷെ പ്രബലമായ അഭിപ്രായം രാത്രി നമസ്കാരം വരെ അവിടെ എന്തില്ല, സുന്നത്തില്ല. കാരണം പെരുന്നാളിന്റെ ദിനം നല്ല പരിശ്രമിക്കേണ്ട ദിനമാണ്, ധാരാളം അമലുകളുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ സമയത്തേക്ക് എന്ത് ചെയ്യുക, വിശ്രമിക്കുക എന്നുള്ളതാണ് മുസ്ദലിഫയുടെ രാത്രി ചെയ്യേണ്ടത്. നാലാമത്തെ അയ്യാമു തശ്രീഖിന്റെ രാത്രികളിൽ മിനയിൽ രാപ്പാർക്കൽ വാജിബാണ്. നമ്മൾ 8ന്റെ രാത്രിയിൽ, അതായത് 8 അസ്തമിച്ച് 9ന്റെ രാത്രിയിൽ മിനയിൽ രാപ്പാർക്കൽ സുന്നത്താണെന്നാണ് പറഞ്ഞത്. എന്നാൽ അയ്യാമു തശ്രീഖ് 11ന്റെയും 12ന്റെയും 13ന്റെയും രാത്രികളിൽ മിനയിൽ രാപ്പാർക്കൽ എന്താണ്, വാജിബായ കാര്യമാണ്. അഞ്ചാമത്തെ അൽ ഹൽഖു അവ തഖ്സീറു ലിശൈരി റഅസി, തല മുണ്ടനം ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുക. 6 റമിയുൽ ജിമാർ, ജംറുകളിൽ എറിയലാണ്. പെരുന്നാളിന് ജംറത്തുൽ അഖബയിൽ എറിയണം. 11, 12, 13കളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെറിയ ജംറയിലും ഇടയിലുള്ള ജംറയിലും അവസാനത്തിലുള്ള ജംറത്തുൽ അഖബയിൽ 3 എറിയേണ്ടതുണ്ട്. ശേഷം വിവരിക്കും എങ്ങനെയാണ് എറിയേണ്ടതെന്നുള്ളത്. 7ാമത്തെ തവാഫുൽ വദാ, വിദാഇന്റെ തവാഫാണ്, യാത്ര പറയാനുള്ള തവാഫാണ്. ഇതാണ് ഹജ്ജിന്റെ റുക്നുകൾ, വാജിബുകൾ, നിർബന്ധമായ വാജിബുകൾ. എന്നാൽ ഒരു സ്ത്രീയെ മുത്തമത്തിയായി അല്ലെങ്കിൽ ഖിറാനായി ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സാധാരണ പറയും നമ്മുടെ നാടുകളിൽ നിന്ന് തമത്തു ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഹജ്ജിന് ഉംറക്ക് ഇഹ്റാം ചെയ്തു പോയി എന്ത് ചെയ്യുന്നു, അവിടെ ഉംറ പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഹജ്ജിന്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി തഹല്ലുലാകുന്നു, വിരമിക്കുന്നു. അതിനുശേഷം അവിടെ തന്നെ താമസിച്ച് ദുൽഹിജ്ജ 8 എന്ത് ചെയ്യുന്നു, ഹജ്ജിന് വേണ്ടി അവിടെ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനാണ് തമത്തു എന്ന് പറയുന്നത്. ഇങ്ങനെ തമത്തു ആയിട്ടോ അല്ലെങ്കിൽ ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഒരേപോലെ ഇഹ്റാം ചെയ്തിട്ട് എന്ത് ചെയ്യുക, കാബയിലേക്ക് പോയി ഹജ്ജും ഉംറയുടെയും കർമ്മങ്ങൾ ഒന്നായിട്ട് തന്നെ രണ്ടും ഒന്നിച്ച് ചെയ്യുന്നു. ഇതാണ് ഖിറാൻ. ഇങ്ങനെ ചെയ്യുന്ന ഈ 2 രീതിയിലും ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹദി നിർബന്ധമാണ്. ഹദി എന്ന് പറഞ്ഞാൽ ഒരു അറവ് കൊടുക്കലാണ്. അത് പലരും തെറ്റിദ്ധരിക്കുന്നത് അത് സുന്നത്തായ അറവാണെന്നാണ്. സുന്നത്തായ അറവല്ല, അതെന്താണ്, ഭയങ്കര സമയോ, അത് നിർബന്ധമായ അറവാണ്. അപ്പൊ മുത്തമത്തിനും മുഖരീനും ഖിറാനുമായി ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു അറവ് നിർവഹിക്കുക എന്നുള്ള നിർബന്ധമാണ്. അപ്പോ ഇങ്ങനെ 7 വാജിബാത്തുകൾ. എന്നാൽ തമത്തുആയി അല്ലെങ്കിൽ ഖിറാനായി ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്ട്രാ ആയി വരുന്ന ഒരു വാജിബാണെന്ത്, ഒരു ഹദിയ നൽകുക, ഒരു അറവ് നൽകുക എന്നുള്ളത്. ഒമൻ തറക ശൈഅൻ മിൻ ഹാദിഹിൽ വാജിബാത്തി അംദൻ ഫഇന്നഹു യഅ്തം. ഈ വാജിബാത്തുകളിൽ ഏതെങ്കിലും ഒന്നിനെ ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ പാപിയാണ് അതിന്റെ പേരിൽ. വലാ യതിമു ഹജ്ജുഹു ഇല്ലാ ബിൽ ഇത്യാനി ബിഹാ, അത് കൊണ്ടുവന്നാലല്ലാതെ അവന്റെ ഹജ്ജ് എന്താവുകയില്ല, പൂർണ്ണമാവുകയില്ല. ഔ ബിൽ കഫാറത്തിൽ മുതറത്തബ അലാ തർക്കിഹ, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചാൽ അതിന്റെ മേൽ ഒരു കഫാറത്ത് ഉണ്ട്, ആ കഫാറത്ത് കൊണ്ടുവന്നാലേ എന്താവും, ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ. ഇനി മാഹിയൽ ഉംറ, ഇപ്പോ ഹജ്ജിന്റെ മൊത്തത്തിലുള്ള ഒരു വിശകലനാണ് പറഞ്ഞത്. ഇനി ഇതേപോലെ ഉംറയുടെയും മൊത്തത്തിലുള്ള ഒരു വിശദീകരണം പറയുക, അതിനുശേഷം ഇൻഷാ അല്ലാഹ് വിശദമായി പറയും. ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് 12ാമത്തെ ചോദ്യം. മാഹിയൽ ഉംറ. അൽ ഉംറതു മഅനാഹാ ഫിൽ ലുഗ, ഭാഷയിൽ ഉംറ എന്ന് പറഞ്ഞാൽ അസ്സിയാറ, സന്ദർശനം എന്നാണ് അതിന്റെ അർത്ഥം. വമഅനാഹാ ശർഈ, ശരീഅത്തിന്റെ ഭാഷയിൽ ഉംറ കൊണ്ട് വിവക്ഷിക്കുന്നത് സിയാറത്തു ബൈത്തുല്ലാഹിൽ ഹറാം, ബൈത്തുൽ ഹറാമിനെ സന്ദർശിക്കലാണ്. ലിഅദാഇ അഫ്ആലിൻ വഅഖ്വാലിൻ മഖ്സൂസ, എന്തിനാണ്, ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളും നിർവഹിക്കുന്നതിന് വേണ്ടി. അലാ വജ്ഹിൻ മഖ്സൂസ, ചില പ്രത്യേകമായ രീതികളിൽ നിർവഹിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേകമായ രീതിയിൽ
ചില പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളും എല്ലാം വീട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനമായ കഅബയെ സന്ദർശിക്കുന്നതിനാണ് ഉംറ എന്ന് ശരീഅത്തിന്റെ ഭാഷയിൽ പറയുന്നത്. മഹിയ അർക്കാനുൽ ഉംറ, ഉംറയുടെ റുക്നുകൾ ഏതെല്ലാമാണ്? ലിൽ ഉംറത്തി സലാസത്തു അർക്കാൻ, 3 റുക്നാണുള്ളത്. ഹജ്ജിന് നമ്മൾ എത്ര റുക്നാ പറഞ്ഞത്? 4 റുക്നാണ് പറഞ്ഞത്. അതിൽ 3 എണ്ണമേ ഉംറക്കുള്ളൂ. 1 അൽ ഇഹ്റാം, ഇഹ്റാം ചെയ്യണം. 2 തവാഫ്, തവാഫ് ചെയ്യണം. 3 അസ്സഅയ്, സഅയ് ചെയ്യണം. ഉംറ എന്ത് ചെയ്തു? അവസാനിച്ചു. അറഫയിൽ നിൽക്കുക എന്നുള്ളത് എവിടെയില്ല, ഉംറയിലില്ല. മാഹിയ വാജിബാത്തുൽ ഉംറ, ഉംറയുടെ വാജിബുകൾ ഏതാണ്? അത് 2 എണ്ണമാണ്. വാജിബാത്തുൽ ഉംറത്തി ഷൈആൻ, 1 അൽ ഇഹ്റാമു മിനൽ മീഖാത്ത്, നേരത്തെ പറഞ്ഞതുപോലെ മീഖാത്തിൽ നിന്നായിരിക്കണം ഇഹ്റാം. 2ാമത്തെ അൽ ഹൽഖു അബി തഖ്സീർ, മുടി മുണ്ടനം ചെയ്യുകയോ അതല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുക. ഇതാണ് ഉംറയുടെ വാജിബുകൾ. ഇനി മാഹിയ 15ാമത്തെ ചോദ്യം, മാഹിയ മസായ വ ഖസായിസുൽ ബൈത്തുൽ ഹറാം, ബൈത്തുൽ ഹറാമിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നാണ്. ജഅലല്ലാഹു തബാറക വ തആല ലിൽ ബൈത്തുൽ ഹറാമി മസായ വ ഖസായിസ് വമിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഹറാമിന് ചില പ്രത്യേകതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് 1, ബൈത്തുൽ ഹറാമിൽ കഅബയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിന് അന്ന സ്വലാത്ത ഫീഹി ബിമിഅത്തി അൽഫി സ്വലാത്ത്, 1,00,000 നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് ഒരു നമസ്കാരത്തിന് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അത് വലിയൊരു ശ്രേഷ്ഠതയാണ്. അപ്പൊ അത് കരഗതമാക്കാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പല ആളുകളും വളരെ ഖേദകരമെന്ന് പറയട്ടെ ഹജ്ജിന് പോകും, എന്നിട്ട് അവരുടെ റൂമുകളിലായിരിക്കും പല ആളുകളും എന്ത് ചെയ്യണത്, നമസ്കരിക്കുന്നത്. ഹറമിൽ വന്ന് നമസ്കരിക്കുക സാധിക്കുന്നില്ലേ, ഹറമിന്റെ കഅബയിൽ വന്ന് നമസ്കരിക്കുക സാധിക്കുന്നില്ലേ, ഹറമിന്റെ പരിധിയിലുള്ള ഏതെങ്കിലും മസ്ജിദിൽ നമസ്കരിക്കുക. അത് ധാരാളം പള്ളികളുണ്ടാവും താമസ സ്ഥലത്തിനിടയിൽ. ഇതൊന്നും കൂട്ടാകാതെ അവിടെ റൂമുകളിൽ നമസ്കരിക്കുക എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുരുഷന്മാരുടെ സംബന്ധിച്ചിടത്തോളം. 2ാമത്തേത് ശ്രേഷ്ഠത അന്നഹു അഫ്ളലു ബുഖാഇൽ അർദ്, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമാണ് മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ ഹറം നിലകൊള്ളുന്നതായ മക്ക പ്രദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിന്ന് മുഴുവൻ ആളുകൾ ഹജ്ജിന് വേണ്ടി വരാൻ സെലക്ട് ചെയ്ത സ്ഥലം മക്കയാണ്, കഅബയാണ്. അവിടെ നല്ല സുന്ദരങ്ങളായ നദികളൊന്നുമില്ല, വലിയ കണ്ണിന് രസം നൽകുന്ന കാടുകളോ പുഴകളോ ഇതൊന്നും കാണാൻ സാധിക്കൂല. നല്ല കഠിനമായ ചുട്ട് പൊള്ളുന്ന വെയിലുണ്ടാകും, കരിമ്പാറക്കൂട്ടങ്ങളായിരിക്കും, പർവ്വതങ്ങളായിരിക്കും. പക്ഷെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്താണ്? അവിടേക്ക് ആളുകൾ വരാനാണ്. വലിയൊരു അത്ഭുതമാണ്. അപ്പോ ഇതാകട്ടെ അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇടവുമാണ്. ഹുവ ഖിബ്ലത്തുൽ മുസ്ലിമീന അഹ്യാഅൻ വ അംവാത, മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമസ്കരിക്കാൻ തിരിയുന്നത് എങ്ങോട്ടാണ്? അവിടേക്കാണ്. മരിച്ചാൽ അവർ കിടത്തുന്നതും എവിടേക്ക് തന്നെയാണ്? ഈ സ്ഥലത്തേക്ക് തന്നെയാണ്, കഅബയിലേക്കാണ്. മറ്റൊരു പ്രത്യേകത അൽ ഹജ്ജു ലാ യകുനു ഇല്ലാ ഇലൈഹി, ഹജ്ജ് അവിടേക്ക് മാത്രമാണ്, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഹജ്ജ് ചെയ്യലില്ല. ഹജ്ജ് എവിടേക്ക് മാത്രമാണ്? കഅബയിലേക്ക് മാത്രമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളതുള്ളത്. മൻ ദഖലഹു കാന ആമിന, അവിടെ പ്രവേശിച്ചവൻ നിർഭയനാണ്, നിർഭയത്വമുള്ളവനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത യുആഖദുൽ ഇൻസാനു ഫീഹി അല സയ്യിആതി ഇദാ ഹമ്മ ബിഹാ, സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന് പാപമില്ല. തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ എന്നത് അത് തിന്മയായിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ മസ്ജിദുൽ ഹറാമിന്റെ ബൈത്തുൽ ഹറാമിന്റെ പ്രത്യേകതയാണ് ഹറമിൽ ഒരാൾ പാപത്തിന് ഉദ്ദേശിച്ചാൽ തന്നെ അതെന്താണ്? തിന്മയാണ്. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹജ്ജിനും ഉംറക്കും എല്ലാം പോകുന്ന ആളുകൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിന്മ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ പാപകരമാണ്, അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു പറയുന്നത് കാണാം, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ, ആരെങ്കിലും അക്രമങ്ങൾ കൊണ്ട് ഇൽഹാദ് ചെയ്യാൻ, സത്യത്തിൽ നിന്ന് തെറ്റാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാൽ, പ്രവർത്തിച്ചാലല്ല, ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് നാം അവൻ എന്ത് ചെയ്യും? ശിക്ഷിക്കും എന്നത് പറയാം. പാപത്തിന് ഉദ്ദേശിക്കുന്നത് വരെ ശിക്ഷാർഹമായ കാര്യമാണ് ഹറമിൽ എന്നുള്ളതാണ്. ഇവിടെ ഈ
ശിക്ഷ എന്താണ്? ഈ തെറ്റ് ഇൽഹാദ് അവിടെ കൊണ്ട് ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമാം ബഗവി ഉദ്ധരിക്കുന്നത് കാണാം. താബിഈങ്ങളിൽ ഇമാം മുജാഹിദ് ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹുവ ശിർകു വ ഇബാദത്തു ഗൈരില്ലാഹ്. ശിർക്കും അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തും ചെയ്യലാണ്. വളരെ വ്യസനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹജ്ജിന് പോകുന്നു, അവിടെ പോയി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, സകല തോന്നിവാസങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. നല്ല രീതിയിൽ ഹാജിമാർ ശ്രദ്ധിക്കണം. പലപ്പോഴും കൂട്ടത്തിൽ പല പല ആളുകൾ ഉണ്ടാകും, തനിച്ച ശിർക്കും കുഫ്റും ചെയ്യുന്ന ആളുകളുണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയി ആദ്യത്തെ ഉംറ നിർവഹിച്ച് കഴിഞ്ഞ് വന്നപ്പോ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഒരാളെ കാണാനില്ല, ഒരു സ്ത്രീയെ. അങ്ങനെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് കഴിയുമ്പോൾ തിരികെ എത്തിക്കഴിഞ്ഞപ്പോ ഈ സ്ത്രീ പറയുന്ന വാക്യമാണ്, ഞാൻ പല തങ്ങന്മാരുമായും ബന്ധമുള്ളയാളായിരുന്നു, അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ അടുക്കൽ പോകുന്നതും മറ്റുമെല്ലാം കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവ് സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് അപകടം പറ്റിയത് എന്ന് വിശ്വസിക്കുന്നു. എത്ര വലിയ ഗുരുതരമായ കാര്യമാണ്. അവർ അള്ളാഹുവിനെ അഭയം തേടാത്തതിന്റെ പ്രശ്നമാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ പ്രതീക്ഷ അർപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ്. എന്നിട്ട് ഈ തനിച്ച് ശിർക്കും കുഫറും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ അപകടം പറ്റിയതിനുള്ള കാരണവും അതാണെന്ന് പറയുന്ന ഒരവസ്ഥ. മറ്റൊരു ഇതേപോലുള്ള സാഹചര്യം ഉണ്ടായി. ലിഫ്റ്റിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഒരാൾ നാട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് രോഗമുണ്ട്. നാട്ടിലുള്ള ആൾ പറയാണ്, ഞാൻ ഇന്ന ഉസ്താദിനെ കണ്ടിരുന്നു. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് മാറും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി വന്നു. അള്ളാഹു പറയാണ്, അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഞാൻ വിളിച്ചിട്ട് അവർ വന്നതാണ്, എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് പറയാണ്. ഇങ്ങനെ ഹജ്ജിന് വന്ന ആളുകൾ പലപ്പോഴും അവിടെ വന്ന് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ദുആ ചെയ്യുന്ന, അവരിൽ അഭയം തേടുന്ന, അവരിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന, തനിച്ച ശിർക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ മറ്റുള്ള പാപങ്ങളും മറ്റു ബഗവി ഉദ്ധരിക്കുന്നുണ്ട്. ഏത് പാപവും ഇതേപോലെ തന്നെയാണ്. അവിടെ പാപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്നെ ശിക്ഷയുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ പാപം ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി, എന്നാൽ അതിന് ശിക്ഷയില്ല എന്ന് തന്നെയാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട് പിന്മാറി, അവസരം കിട്ടാത്തത് കൊണ്ടല്ല. മാത്രമല്ല, പാപങ്ങൾക്ക് ധാരാളം ഇടങ്ങളുണ്ട് അവിടെ. പലപ്പോഴും കണ്ണുകൊണ്ടും കാതുകൊണ്ടും പലപ്പോഴും പല തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. നാവ് പലപ്പോഴും എന്ത് ചെയ്യും? പ്രയോഗിക്കേണ്ട അവസ്ഥകൾ വരും, ക്ഷമ കെടുന്ന അവസ്ഥകൾ വരും. നല്ല രീതിയിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അവിടെയുള്ള പച്ചവൃക്ഷങ്ങളെ പിഴുതെടുക്കുക എന്നുള്ളതും തടയപ്പെട്ട കാര്യമാണ്. അതും ഹറമിന്റെ പ്രത്യേകതയാണ്. യുഹറമു ഖത്ലു സയ്യിദിൽ ഹറം, ഹറമിലുള്ളതായ വേട്ടമൃഗങ്ങളെ കൊല്ലുക എന്നുള്ളതും എന്ത് ചെയ്തിരിക്കുന്നു? അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതും ഹറമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് പൊതുവായുള്ള 15 ചോദ്യങ്ങൾ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം സമയമുണ്ടോ? 3 മിനിറ്റ് തീരില്ല. ഇനി യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്തിഅദാദൻ ലിസ്സഫർ, യാത്രക്ക് പുറപ്പെടുന്നത് മുതൽ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും വളരെ ലളിതമായി ഷെയ്ഖ് അവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബിന് ശേഷം നമുക്ക് സംസാരിക്കാം. ശേഷം അടുത്ത ആഴ്ച സമയം കിട്ടുന്നതനുസരിച്ച് ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം എന്ത് ചെയ്യാം? ഇത് നമുക്ക് പൂർണ്ണമാക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മബ്രൂറും മഖ്ബൂലുമായ ഹജ്ജും ഉംറയും എല്ലാം നിർവഹിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.